കുറച്ചുകൂടെ മര്യാദ കാണിച്ചുകൂടെ? വാട്ട് യു വാണ്ട്? ഇത് ഹോസ്പിറ്റലാണ്, അറിയാമോ മിസ്റ്റർ? ഇത് ട്രാൻസിസ്റ്റർ എന്നറിയാമോ സിസ്റ്റർ? അറിയും അറിയും. ബട്ട് ആസ് എ വാർഡ് സിസ്റ്റർ, സ്വിച്ച് ഓഫ് ദ ട്രാൻസിസ്റ്റർ. പാട്ടിനും ഡാൻസിനും വേറെ സ്ഥലം അന്വേഷിക്കണം. Oh my God! I say you get out! Oh my God! ക്ഷമിക്കണം സിസ്റ്റർ, നിങ്ങൾ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ സിസ്റ്റർ. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഇത് നമ്മുടെ റൂമല്ലേ അച്ഛാ, നമ്മളല്ലേ ഇതിന് വാടക കൊടുക്കുന്നത്. എന്നാൽ അവരോടൊക്കെ അങ്ങനെയെല്ലാം പറയാമോ മോനെ? എനിക്കാരും അല്പം സ്വസ്ഥരികയില്ലല്ലേ. എല്ലാം മറക്കാൻ വേണ്ടിയാണ് അല്പം പാട്ട് കേൾക്കാമെന്ന് വെച്ചത്. അതും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ നീ ഇത്രയേറെ അസ്വസ്ഥനാകുന്നത് എന്ത്? അതിനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മോനെ. എന്റെ കൈ എനിക്ക് നഷ്ടപ്പെട്ടു അച്ഛാ. ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. എന്റെ പൊന്നുമോൻ അങ്ങനെ പറയരുത്. ദൈവം നമുക്ക് ഒരാപത്തും വരത്തില്ല മോനെ. നിന്റെ കൈ സുഖപ്പെടുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ചെയ്യാവുന്ന എല്ലാ ചികിത്സകളും നമ്മൾ ചെയ്യില്ല മോനെ. നിനക്ക് വേണ്ടിയില്ലെങ്കിൽ സമ്പാദ്യം ആർക്ക് വേണ്ടിയിട്ടാ? നീ ധൈര്യമായിരിക്കും. ഏതായാലും എനിക്കിവിടെ കഴിയാൻ പ്രയാസമാണ് അച്ഛാ. നമുക്കുടനെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ പോയാലോ? ഇവിടെ താമസിക്കുന്നതല്ലേ മോനെ ചികിത്സിക്കാൻ കൂടുതൽ സൗകര്യം? ഈ പരിസരം എനിക്ക് വെറുത്തു കഴിഞ്ഞു. ആവുന്നത്ര വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നമസ്കാരം ഡോക്ടർ. എന്റെ മകന്റെ കൈക്ക് കൂടുതൽ അപകടം വല്ലതും ഉണ്ടോ ഡോക്ടർ? അവന്റെ കൈക്ക് വേണ്ടി എത്രയായിരം ഉറുപ്പിക വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെലവാക്കിയാൽ മതിയല്ലോ. That's right. That's right. You see, sir, you attend to that case. Sure, sir. I am going. Okay. Don't worry. Don't worry. പേടിക്കാനൊന്നുമില്ല. ഇന്നത്തെ എക്സ്റേ കണ്ടതിൽ കുറെ കൂടെ ഹോപ്പുണ്ട്. ക്ഷമിക്കണം ഡോക്ടർ, എന്റെ മകൻ എപ്പോഴും പാട്ട് കേൾക്കണമെന്ന് പറയുന്നു. അവൻ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓൾ റൈറ്റ്, ഞാൻ മറ്റേ എക്സ്ക്യൂസ് മീ. പാട്ട് കേൾക്കുന്നത് എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയാമോ? പക്ഷെ ഇത്രയേറെ ശബ്ദത്തിൽ വെച്ചാൽ കേൾക്കാൻ ഒരു സുഖവും ഇല്ല. ഇതെന്റെ റേഡിയോ ആണ്. എന്റെ സുഖത്തിന് വേണ്ടിയാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ആയിക്കൊള്ളട്ടെ. അക്കൂട്ടത്തിൽ മറ്റാർക്കെങ്കിലും കൂടെ അല്പം സുഖം കിട്ടുന്നെങ്കിലോ? എനിക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ മുറിയിൽ എന്റെ സുഖവും സ്വാതന്ത്ര്യവുമാണ് വലുത്. എന്നാലും എല്ലാറ്റിനും ഒരു പരിമിതി ഉണ്ടല്ലോ, വിശേഷിച്ചും ഒരു ആസ്പത്രിയിൽ. നമ്മുടെ സുഖവും സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്ക് ഒരു ശിക്ഷയാകാതെ നോക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്? മിസ്റ്റർ സുഖ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മുറിയിലെ രോഗിയുണ്ട്. മരുന്നിനേക്കാൾ ആ രോഗിക്ക് ആവശ്യം ശാന്തവും നിശബ്ദവുമായ ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ ആത്മാവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്. അതേ സമയത്ത് തന്നെ അത് മറ്റൊരാളുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുക കൂടി ചെയ്താലോ? അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, ഞാൻ ഈ പറഞ്ഞതൊന്നും കാര്യമാക്കണമെന്നില്ല. ശബ്ദം കൂട്ടിവെക്കണോ? ഈ ശബ്ദം മതിയല്ലേ മിസ്റ്റർ സുഖു? ഇതാണ് സുഖം. ഇനി അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ നല്ല മലയാള പാട്ട് കിട്ടും. ഞാൻ പോയിട്ട് വരട്ടെ. മിസ്റ്റർ സുഖു അമ്മയല്ലേ? അതെ, എനിക്ക് തോന്നി. ഞാൻ മറ്റേ അമ്മ. മോനെ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ അമ്മേ? മോന് പാട്ട് കേൾക്കണ്ടേ? അതൊന്ന് ഓഫ് ചെയ്യോ അമ്മേ? വേദനിക്കുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാമല്ലോ. അതെങ്ങനെയാ? ഇപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയല്ലേ? ഒറ്റ മകനായതുകൊണ്ട് അച്ഛനും അമ്മയും ഓമനിച്ച് വഷളാക്കി. സത്യം പറയൂ, വേദനിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. കോളേജിലേക്ക് കാറിൽ പോവാൻ പറഞ്ഞാൽ പോവില്ല. വലിയ സ്കൂട്ടർ സവാരിക്കാരനാണ് അല്ലേ? സിസ്റ്റർ ഇതെല്ലാം ഇങ്ങനെ അറിഞ്ഞു? എല്ലാം അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി. ശരിയാണ് സിസ്റ്റർ. സ്കൂട്ടറിൽ നിന്നിറങ്ങാൻ എനിക്ക് മടിയായിരുന്നു. പക്ഷേ
എന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. എന്ത് പറ്റി? ഈ കൈ ഇനി എന്റേതല്ല. എന്താ, മറ്റുള്ളവർക്കും കൊടുത്തു കഴിഞ്ഞോ? ഇനി ഒരിക്കലും ഭേദമാവുകയില്ല സിസ്റ്റർ, ഒരിക്കലും ഭേദമാവുകയില്ല. അത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വലിയ പണക്കാരായതുകൊണ്ട് പേ വാർഡർ മുറിയും എടുത്ത് താമസിക്കുന്നു. സാധാരണക്കാരാണെങ്കിൽ പ്ലാസ്റ്ററും ഇട്ട് അന്ന് തന്നെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അത്ര നിസാരമാണിത്. ക്ഷമിക്കണം സിസ്റ്റർ, ഞാൻ ആശ്വസിക്കാൻ ശ്രമിക്കാം. മനസ്സ് പലപ്പോഴും മരുന്നിനെ പരാജയപ്പെടുത്താറുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു സിസ്റ്റർ. അതൊക്കെ പോട്ടെ, ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ സ്കൂട്ടറുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. സ്കൂട്ടർ വാങ്ങിക്കുമ്പോ തന്നെ അതോടൊരുമിച്ച് ഒരു സ്ത്രീയും ഉണ്ടാവുമെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. എന്തോ എനിക്ക് നിശ്ചയം പോലെ. ഏതായാലും ഞാൻ കണ്ടിട്ടുള്ളതിൽ അധികം അങ്ങനെയാണ്. പിന്നിൽ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ മുൻപിലിരിക്കുന്നവന് പ്രാണൻ പുല്ലാണ്. തന്റെ സാമർത്ഥ്യം ആ പെൺകുട്ടി ഒന്ന് കാണണം, അത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. റോഡിൽ പോകുന്നവർക്ക് പ്രാണൻ വീഴുമെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. പക്ഷേ എന്റെ പിന്നിലിരിക്കാൻ അങ്ങനെ പെൺകുട്ടികൾ ആരുമില്ല. എങ്കിൽ ഭാഗ്യമായി. ഇന്നത്തെ എക്സ്റേ കണ്ടോ? നോക്കൂ, ജോയിൻ ചെയ്യുന്ന പേടിക്കാനൊന്നുമില്ല. വിൽ ബി ബെറ്റർ വെരി സൂൺ. സീലത്ത, ഞാൻ എന്ത് പറഞ്ഞു മിസ്റ്റർ സുഗു? മിസ്റ്റർ സുഗുന്ന് എന്ത് പേടിയായിരുന്നോ? ഓ, ഇതിൽ പേടിക്കാൻ എന്താ? നത്തിങ് ടു വറി. ബി ചെയർഫുൾ. ഓക്കെ, താങ്ക് യു. ഇപ്പോഴാശ്വാസമായോ? അല്ലാതെ തന്നെ എനിക്ക് ആശ്വാസമായി. മോനെ, നിന്റെ ഇഷ്ടം പോലെ തന്നെ ഡോക്ടർ സമ്മതിച്ചു. നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. ഡോക്ടർ സമ്മതിച്ചു അച്ഛാ? സമ്മതിച്ചു മോനെ. ഇനി ഒരു ചെക്കപ്പിന് വേണ്ടി മാത്രം ഇടയ്ക്കെങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു. അതൊരു ബുദ്ധിമുട്ടാവില്ലേ അച്ഛാ? മോനെ, നമുക്ക് നമ്മുടെ കാറിൽ ഇങ്ങോട്ട് പോന്നാ പോരെ. എനിക്ക് ഇവിടെ താമസിക്കാൻ വയ്യ. ഞാൻ ഇവിടെ നിന്ന് മടുത്തു. ആ, അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട, അമ്മ പോയിക്കൊള്ളൂ. എനിക്ക് ആശ്വാസമായല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു മോനെ? ഞാൻ കുറച്ചു ദിവസം കൂടെ ഇവിടെ താമസിക്കാം. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുമെന്നും തോന്നുന്നില്ല. നീ പോകാമെന്ന് തിടുക്കം കൂട്ടിയതുകൊണ്ടല്ലേ മോനെ ഞാൻ ഡാക്ടറുടെ അടുത്ത് അനുവാദം വാങ്ങിച്ചത്. പോകണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ ഇവിടെ താമസിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ ഡാക്ടറുടെ അടുത്ത് പറഞ്ഞിട്ട് വരാം. മിസ്റ്റർ സുഗു ഇന്ന് പോകുന്നല്ലേ? ഇനിയും കുറച്ചു ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നല്ലേ പറയുന്നത്? ഓഹോ, ഇവിടെ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? ഇത്രയേറെ സ്നേഹവും ദയവും ഉള്ളവർ നിൽക്കുന്നിടം ആർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞ് ഒരുത്തിയാണ് എന്റെ മോന്റെ കയ്യെ ഇത്ര പേര് വേഗമാക്കിയത്. അതിനെങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ, എന്നോട് നന്ദി പറയില്ല അമ്മേ. ഇതെന്റെ കടമയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ വേഷം ഇടുന്നു? അമ്മ വീട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ. നിങ്ങളെല്ലാം ഇവിടെ ഉള്ളപ്പോൾ അമ്മ എന്തിനു ബുദ്ധിമുട്ടുന്നു അല്ലേ? അത് ശരിയാണമ്മേ. അമ്മ പോയിക്കൊള്ളൂ. മോന്റെ കാര്യമെല്ലാം ഞാൻ ഏറ്റു. അതെനിക്ക് വിശ്വാസമാണ് കുഞ്ഞ്. ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ മിസ്റ്റർ സുഗു പോകുന്നില്ല? പോകണമെന്ന് നിർബന്ധമാണോ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. പോകുന്ന കാര്യം എന്തെങ്കിലും തീരുമാനിച്ചോ? സിസ്റ്റർ പറയൂ, ഞാൻ പോകണം. പോകുന്നില്ലേ? ഇല്ല. എന്നും ഇവിടെ തന്നെ കഴിയാൻ പോവുകയാണോ? അതെ. നല്ലത്. എനിക്ക് എപ്പോഴും കാണാമല്ലോ. പേരെന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സിസ്റ്റർ. അതല്ല. ഓ, ലത. നല്ല പേര്. ഇഷ്ടപ്പെട്ടോ? ഏറ്റവും കൂടുതൽ. നുണ. നേര്. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേരാണത്. ഓ, ഇതെനിക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയാണല്ലോ. പേരിന് മാത്രമല്ല, ആളിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. കൈ അനക്കാൻ കഴിയുമ്പോ എന്ന് നോക്കൂ. നല്ല ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ടല്ലോ. വെരി ഗുഡ്. യു ആർ ക്വൈറ്റ് ഓൾ റൈറ്റ് നൗ മിസ്റ്റർ സുകുമാർ. ഇനി എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ഓക്കെ. ലതയ്ക്ക് ഇന്ന് ഡോക്ടർ മേരിയുടെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞല്ലോ. ഞാൻ അതിലെ ഒരിടത്ത് പോകുന്നുണ്ട്. ഇപ്പൊ വരുന്നുണ്ടെങ്കിൽ കാറിൽ ഒരു ലിഫ്റ്റ് തരാം. ഓക്കെ. എന്നാൽ ഞാൻ വരട്ടെ. എന്റെ വാച്ച്.
താങ്ക് യു. ഹലോ, എന്താണ് മിസ്റ്റർ സുഖു? വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടായോ? ഇതെന്താ, കാറിന്റെ സ്വിച്ച് കീ അല്ലേ? അതെ, എന്റെ 2 കാറിന്റെയും സ്വിച്ച് കീയാണ്. അത് ലതയുടെ കയ്യിലിരിക്കട്ടെ. എനിക്കിതെന്തിനെ? കാറിൽ കയറാനുള്ള ആശ കൊണ്ടല്ലേ ഡോക്ടറോടൊന്നിച്ച് പോയത്. ഇതാ 2 കാർ. മേലിൽ അത് ആവർത്തിക്കരുത്. ഓഹോ, അതായിരുന്നു കാര്യം. ഞാൻ എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയതല്ലേ. അതിന് എന്റെ കാർ എടുക്കാമായിരുന്നില്ലേ? ഡോക്ടർ അതിലെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ മിസ്റ്റർ സുഖുവിന്റെ ഡ്രൈവറെ ബുദ്ധിമുട്ടിക്കണോ? അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ലതയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്റെ 2 കാറുകൾ ഉപയോഗിക്കാം. ആ സ്വിച്ച് കീ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആവശ്യം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊള്ളാം. ഇപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. What you want? ഞാനൊരു സ്ത്രീയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ആ സ്ത്രീ നിങ്ങളുടെ ഭാര്യയല്ലെന്ന് തോന്നുന്നു. ആരുമാകട്ടെ, നിങ്ങൾ എന്തിനാ എല്ലാം അന്വേഷിക്കുന്നത്? അവരിവിടുത്തെ നേഴ്സാണ്. അപ്പൊ ഞാനത് അന്വേഷിക്കണ്ടേ? ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ശല്യം തീരുമല്ലോ. ഓഹോ, അവിടം വരെ എത്തിയോ? എന്തായാലും അതെ, ജോലി വേണ്ടെന്ന് വെച്ചാ? അത് മിസ്റ്റർ സുഖു തമാശ പറഞ്ഞതല്ലേ. എങ്ങനെയാവട്ടെ, ഞാൻ ലഞ്ചിന് പോകുന്നുണ്ട്. ലത വരുന്നില്ലേ? അവർ വരുന്നില്ല. അവർ എന്നോടൊന്നിച്ച് ലഞ്ച് കഴിച്ചോളൂ. ഓഹോ, എന്താ ചിരിക്കുന്നത്? അങ്ങ് പോയിക്കോളൂ, ഞാൻ ഇന്നിവിടെ ലഞ്ച് കഴിച്ചോളാം. all right. മാനർലെസ് ഫെലോ. ലഞ്ചിന് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞൂടെ മിസ്റ്റർ സുഖു? അദ്ദേഹം ഇവിടുത്തെ ഡോക്ടർ അല്ലേ? ആരായാലും എന്താ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് ഇതൊക്കെ അറിഞ്ഞിട്ട് അയാൾക്ക് എന്ത് വേണം? ക്ഷമിക്കണം മിസ്റ്റർ സുഖു. അതെല്ലാം പോട്ടെ, മിസ്റ്റർ സുഖു എന്താണ് ഇനിയും കല്യാണം കഴിക്കാത്തത്? കല്യാണം വേണ്ടെന്നാണോ? വേണമെന്ന് മാത്രമല്ല, അത് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? ഒരു പാവപ്പെട്ട പെൺകുട്ടി. പക്ഷേ ഭാഗ്യവതിയാണവൾ. എനിക്ക് ധാരാളം സ്വത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ഞാൻ നിശ്ചയിച്ചത്. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ തോന്നില്ല. സാധാരണയായി പണക്കാരായ യുവാക്കൾ പണക്കാരികളായ യുവതികളെ തേടി പോകാറാണ് പതിവ്. എന്നെയും അവരെ പോലെ ലത കണക്കാക്കരുത്. എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നൊരു ഹൃദയമുണ്ട്. എന്റെ തീരുമാനം അറിയുമ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് എന്താണ് തോന്നുക? അവൾ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്തു പോകും, സംശയമില്ല. അപ്പോൾ ഞാൻ ജയിച്ചു കഴിഞ്ഞു. ലഞ്ചിന് വരെ വന്നില്ലല്ലോ, എന്താണ് ഇത്ര താമസം? ലഞ്ച് ഒന്നേ ഉള്ളൂ. എങ്കിലും ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. മോനെ, കാറ് വന്നിട്ടുണ്ട്, പോകാൻ ഒഴിഞ്ഞുള്ളൂ. എന്താ മോനെ, നിനക്കൊരു അസുഖം പോലെ? ഇന്ന് തന്നെ പോണോ അച്ഛൻ? പോകാതിരിക്കാൻ നിവൃത്തിയില്ല മോനെ. എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും സുഖക്കേടില്ലാത്തവരെ ആശുപത്രി താമസിപ്പിക്കില്ല. മിസ്റ്റർ സു ഇന്ന് തന്നെ പോകുന്നതല്ലേ? പോരാൻ അവനിഷ്ടമില്ല, എന്നാലും കൊണ്ടുപോകാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഏതായാലും ഞാൻ ഡാക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. മിസ്റ്റർ സുഖു, ഇനി വീട്ടിലേക്ക് പോകാമല്ലോ. എല്ലാം ഭേദമായല്ലോ? ഇല്ല, ഒന്നും ഭേദമായിട്ടില്ല. വല്ല സംശയമുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടെ എക്സ്റേ എടുത്ത് നോക്കാമല്ലോ. ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താ, ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ? എന്റെ ഹൃദയത്തിന്റെ തകരാറ് എന്താണെന്ന് ലതയ്ക്ക് അറിയില്ല, അല്ലേ? ഡോക്ടർ അറിഞ്ഞില്ലല്ലോ, പിന്നെയാണോ ഞാൻ അറിയുന്നത്? ലതയ്ക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ ഒക്കുകയില്ല. ലതയും അറിയില്ലെന്ന് പറഞ്ഞാൽ? ദയവ് ചെയ്ത് എന്നെ വിഷമിപ്പിക്കാതിരിക്കും മിസ്റ്റർ സുഖു. കാര്യം എന്താണെന്ന് തുറന്നു പറയൂ. ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം എത്ര വലുതാണെന്ന് ലതയ്ക്ക് അറിയാമോ? മറ്റെല്ലാറ്റിനേക്കാളും വലുതാണെന്ന് എനിക്കറിയാം. എന്നിട്ടാണോ എന്നോട് ഇത് ചോദിച്ചത്? ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. എന്നാലാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാം. എങ്കിൽ ലത എന്നോടൊന്നിച്ചു വരണം. എനിക്കിവിടെ ജോലിയുണ്ടല്ലോ. ആ ജോലി ഉപേക്ഷിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജോലിയാണിത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അത് ഞാൻ എഴുതി അറിയിക്കാം. ഒക്കുകയില്ല, ഇപ്പോൾ തന്നെ പറയണം. ഞാൻ എഴുതാമെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ സുഖു? അതുവരെ ഒന്ന് ക്ഷമിച്ചൂടെ? എന്നെഴുതും? ഉടനെ എഴുതാം. എന്റെ അഡ്രസ് വേണ്ടേ? അതിവിടെ ഉണ്ടല്ലോ. എന്നാൽ ലതയുടെ അഡ്രസ് തരും. ഹോസ്പിറ്റൽ അഡ്രസ്സിൽ എഴുതിയാൽ മതി. ഹോസ്പിറ്റൽ അഡ്രസ് വേണ്ട, വല്ലവരും കാണും. വീടിന്റെ അഡ്രസ് തരും. വീട്ടിൽ അഡ്രസ് വേണോ?
തീർച്ചയായും വേണം. എനിക്ക് ലതയുടെ വീട്ടിലും ഒന്ന് വരേണ്ടതുണ്ട്. ശരി, എഴുതിക്കൊള്ളൂ. പറയൂ. KS ലത. KS എന്ന് വെച്ചാൽ? K സ്വർണലത. ഫൈൻ. കെയർ ഓഫ് ഡോക്ടർ വിജയരാഘവൻ. എന്തിനാണ് അയാളുടെ കെയർ ഓഫ്? ഞാൻ അദ്ദേഹത്തോട് ഒന്നിച്ചല്ല താമസിക്കുന്നത്. വിജയരാഘവനോട് ഒന്നിച്ചോ? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ. ഈ വിവരം അറിയിക്കാതെ നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ പാടുപെടുകയായിരുന്നു. പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്നോട് ചോദിച്ചതുമില്ലല്ലോ. പിന്നെ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞത്? ഞങ്ങളുടെ രോഗികളോട് ഞങ്ങൾക്ക് എപ്പോഴും സ്നേഹമാണ്. പക്ഷേ എല്ലാ സ്നേഹത്തിന്റെയും അവസാനം വിവാഹമാണോ മിസ്റ്റർ സുഗു? നിങ്ങളുടെ തെറ്റിദ്ധാരണ നേരത്തെ തിരുത്തേണ്ടതായിരുന്നെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളെ പോലെ പിടിവാശിക്കാരനായ രോഗിയെ നിയന്ത്രിക്കാൻ ആ തെറ്റിദ്ധാരണ ഒരാവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ക്ഷമിക്കണം. ഡോക്ടർക്കും ഈ വിവരങ്ങളെല്ലാം അറിയാമോ? അതുകൊണ്ട് ഒന്നും വിഷമിക്കാനില്ല. ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ എല്ലാവിധ ദാഹങ്ങളും വരും. എല്ലാം ഞങ്ങൾ സഹിക്കും. ഫോൺ ഒരുമിക്കോളൂ. എന്താ മിസ്റ്റർ സുഖു? സുഖം തന്നെയല്ലേ? പിന്നെ ഇവിടുന്നെല്ലാം പോയാലും ഞങ്ങളൊന്നും മറക്കരുത് കേട്ടോ. ഡോക്ടർ സാർ, എന്റെ അറിവുകൾ കൊണ്ട് ഞാൻ വല്ലതും പറഞ്ഞു കാണും. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ ഡോക്ടർ സാർ, എന്നോട് ക്ഷമിക്കൂ. മിസ്റ്റർ സുകുമാരൻ, അതൊന്നും സാരമില്ല. ഇത് ഹോസ്പിറ്റലല്ലേ, ഇവിടെ പലതും സംഭവിക്കും. ഡോണ്ട് വറി. എന്താ ഡോക്ടർ, അവൻ വല്ല അബദ്ധവും കാണിച്ചോ? അങ്ങനെയൊന്നുമില്ല. കുറച്ചുനാൾ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, പിരിഞ്ഞു പോകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. പോരെങ്കിൽ ചെറുപ്പവും സാരമില്ല. ദാറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്. അച്ഛാ, ഞാൻ കാറിലുണ്ടാവും. ഇങ്ങനെ ഒരു ചെറുക്കനുണ്ടോ? പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ യാത്ര പറയാനും കൂടി മറന്നു. ഞാൻ ഇതൊക്കെ ശരിയാക്കി.